ഇന്നത്തെ വചനചിന്ത ദൈവത്തിൻ്റെ മഹത്വം കണ്ണാൽ കാണും. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് തൻ്റെ സഹോദരന്മാർ യേശുവിനെ അറിയിച്ചപ്പോൾ ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനെന്ന മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. അവർ കേട്ട മറുപടിക്ക് വിപരീതമായി ലാസർ മരിച്ചുപോയി. ഇനി ഒരു നാളും അവർക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരനെ തിരികെ ലഭിക്കത്തില്ല എന്ന് അവർ കരുതിയപ്പോൾ അവരുടെ ചിന്തകൾക്കും നിലവിൽക്കും അതീതമായി നഷ്ടപ്പെട്ടു പോയ അവരുടെ സഹോദരനെ കർത്താവ് യേശു ക്രിസ്തു തിരിച്ചു നൽകിയെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു മാർത്തയോട് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച മാർത്തയും മറിയയും അവരുടെ കണ്ണാൽ അത്ഭുതം കണ്ടതുപോലെ താങ്കളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടതിന് പ്രതീക്ഷിക്കുന്നതിനപ്പുറം മടക്കി തരുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വിശ്വസിക്കുക. നയീൻ പട്ടണത്തിലെ വിധവ വിളിച്ചു പറയും, എൻ്റെ മകൻ മരിച്ചുപോയി. എൻ്റെ ഭർത്താവിൻ്റെ വിലാപയാത്ര കടന്നുപോയ അതേ വഴിയിലൂടെ തന്നെയാണ് എൻ്റെ ഏകജാതനായ മകനെയും വിലാപയാത്രയിൽ കൊണ്ടുപോകുന്നത്. സകല പ്രതീക്ഷകളും അവസാനിച്ച ആ യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തു വിലാപയാത്രയുമായി കൂട്ടിമുട്ടുകയാണ്. ഒരു ശവമഞ്ചം കൊണ്ടുവരുന്നു. യേശു ശവമഞ്ചത്തിൽ തൊട്ടു. ശവമഞ്ചം ചുമക്കുന്നവരൊക്കെ നിന്നു. യേശു ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ വിധവയുടെ ഏകജാതനായ മകൻ ഉയർത്തെഴുന്നേറ്റ് അവരെഴുന്നേറ്റ് സംസാരിച്ചുവെങ്കിൽ താങ്കളുടെ സകല പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് താങ്കൾ ചിന്തിക്കുമ്പോൾ, ഇനി ഒരു ഉയർപ്പിന് സാധ്യതയില്ലെന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു മനസ്സറിഞ്ഞ് തൊട്ടാൽ വിലാപം നൃത്തമാകും, അസാധ്യങ്ങൾ സാധ്യമാകും. ക്രൂശീകരണം ഉണ്ടായതുകൊണ്ടാണ് ഉയർപ്പിൻ്റെ സന്തോഷം നമുക്ക് ലഭിച്ചത്. വചനം ശ്രവിക്കുന്ന താങ്കൾ ക്രൂശ് മരണത്തിൻ്റെ അതേ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്? എന്നാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. താങ്കൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശുമായി കടന്നു ചെന്നു. ആ കഷ്ടത കൊണ്ട് അവസാനിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഉയർക്കാതെ വണ്ണം മനുഷ്യർ തന്നാലാവും വിധം കല്ലുരുട്ടി വെച്ചു, മുദ്ര വെച്ചു, കാവൽ ഏർപ്പാടാക്കിയിട്ടും അതിനൊന്നും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലെ ക്രൂശിൻ്റെ അവസ്ഥയ്ക്കപ്പുറം ഉയർപ്പിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. താങ്കൾ പ്രതീക്ഷ അർപ്പിച്ച ചില പദ്ധതികൾ, വഴികൾ മുമ്പിൽ അടയപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ദൈവിക വഴിയിലേക്ക് നടത്തുവാനാണ്. തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായി നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം എവിടെ പോകും? ദരിദ്രന്മാരുടെ ന്യായത്തെ മറിച്ച് കളയുന്നവരും എളിയവരുടെ അവകാശത്തെ ഇല്ലാതാക്കുന്നവരും വിധവമാരെയും അനാഥരെയും ഉപേക്ഷിക്കുന്നവരെ ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ കൈയുടെ മുൻപിൽ നിങ്ങൾ വീണുപോകാം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കണം. അനാഥരെ ചേർത്ത് പിടിക്കുവാനും വിധവയുടെ കണ്ണുനീർ തുടയ്ക്കുവാനും വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് കഴിയണം. ബഥാനിയ ലാസർ മരിച്ചു, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ലാസറിന് മരണമെന്ന ശാപം വീണ്ടും സംഭവിച്ചു. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവ് യേശു ക്രിസ്തു ഉയർപ്പിച്ചു. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനും ശേഷം മരിച്ചു. പള്ളിപ്രമാണി യായിറസിൻ്റെ മക്കളെ കർത്താവ് യേശു ക്രിസ്തു ഉയർപ്പിച്ചു. എന്നാൽ മരണമെന്ന ശാപം വീണ്ടും ആ കുട്ടിയെ തേടിയെത്തി. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞും മരിച്ചു. നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്നു, നമുക്ക് ഒരു മരണമുണ്ട്. എന്നാൽ പുനരുദ്ധാനവും ജീവനുമായ കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
ലാസറിനെ ഉയർപ്പിച്ചതുപോലെ, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വരവിൽ നമ്മെ എടുക്കപ്പെടും. സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ വസിപ്പാൻ വചനം ശ്രവിക്കുന്ന താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുക. കർത്താവിനെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ താങ്കൾ സ്വീകരിച്ചാൽ, സ്നാനപ്പെട്ടാൽ നിത്യത താങ്കൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. കർത്താവ് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിലേക്ക് കടന്നു ചെല്ലുക. നിത്യരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.